ചെമ്പനീർ പൂവിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ശ്രുതി ആന്റണിക്ക് എങ്ങനെ പൈസ കൊടുക്കും എന്നാലോചിച്ചിരിക്കുമ്പോഴാണ് കേസിൽ നിന്ന് പിന്മാറുന്നതിനായി വക്കീല് ചന്ദ്രമതിക്ക് കൊടുത്ത 2 ലക്ഷം രൂപയെക്കുറിച്ച് ഭാമ പറഞ്ഞ കാര്യം ശ്രുതി ഓർക്കുന്നത്. അങ്ങനെ ആ പൈസ മോഷ്ടിക്കാനായി ശ്രുതി ചന്ദ്രമതിയുടെ വീട്ടിലെത്തി. ശ്രുതി ചന്ദ്രമതിയെ വാനോളം പുകഴ്ത്തി കുറേ സംസാരിച്ചു. ശ്രുതിയുടെ സംസാരത്തിൽ മയങ്ങിയ ചന്ദ്രമതി ശ്രുതി പറഞ്ഞതെല്ലാം കേട്ട് ഒരു വിഡ്ഢിയായി ചിരിച്ചു. കേട്ടോ ബാമേ, ഇതാണ് വലിയ വീട്ടിലെ മരുമകളും ചെറിയ വീട്ടിലെ മരുമകളും തമ്മിലുള്ള വ്യത്യാസം, ചന്ദ്രമതി പറഞ്ഞു. സംഗതി ഏറ്റു എന്ന് മനസ്സിലാക്കിയ ശ്രുതി അവിടുത്തെ അമ്മ തന്നുവിട്ടതാണെന്ന് പറഞ്ഞ് കൊണ്ടുവന്ന ഭക്ഷണം ശ്രുതി അവർക്ക് കൊടുക്കുകയാണ്. റൈസും ചിക്കൻ കറിയും കണ്ട ചന്ദ്രമതിയും ഭാമയും അത് ആർത്തിയോടെ കഴിക്കാൻ തുടങ്ങി. ഈ നേരം ഒരു കോള് വന്നെന്ന് പറഞ്ഞ് ശ്രുതി മുറിക്കകത്ത് കയറി ആ പൈസ അലമാരയിൽ നിന്ന് മോഷ്ടിച്ചു. പണമെടുത്ത് അപ്പോൾ തന്നെ അവിടെ നിന്ന് മുങ്ങിയാൽ തന്നെ സംശയിക്കും എന്ന് മനസ്സിലാക്കിയ ശ്രുതി ചന്ദ്രമതിയുടെ കൂടെ വീട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു. സാരിയുടുത്ത് സുന്ദരിയായി വരുന്ന രേവതിയെ സച്ചി ആദ്യമായി കാണുന്നത് പോലെ നോക്കുകയാണ്. രേവതിക്ക് വർഷ ക്യാറ്റ് വാക്ക് ചെയ്യുന്നതെങ്ങനെയാണെന്ന് പഠിപ്പിച്ചു കൊടുത്തു. അങ്ങനെ രേവതിയെ കൊണ്ട് അത് ചെയ്യിച്ച് സച്ചി വീഡിയോ എടുക്കുകയാണ്. അപ്പോഴേക്കും ശ്രീകാന്തും എത്തി. അങ്ങനെ ഫോട്ടോഷൂട്ട് തകൃതിയായി നടന്നുകൊണ്ടിരിക്കുമ്പോഴേക്കും ചന്ദ്രമതിയും ശ്രുതിയും സുധിയും വീട്ടിലേക്ക് വരികയാണ്. തിരിഞ്ഞു നിൽക്കുന്നത് രേവതിയാണെന്ന കാര്യമറിയാതെ ചന്ദ്രമതി ദേഷ്യത്തിൽ അകത്തേക്ക് വന്നു. രേവതിയില്ലാത്ത തക്കത്തിന് മോഡലിനെയും കൂട്ടി വന്ന് കൂത്താടുകയാണല്ലേ, ചന്ദ്രമതി സച്ചിയോട് ചോദിച്ചു. രേവതിയെ വിളിക്കാനൊരുങ്ങിയ ചന്ദ്രമതിയോട് സച്ചി പറഞ്ഞു, രേവതി ഇവിടെ തന്നെയുണ്ട്. ചന്ദ്രമതി രേവതിയെ കണ്ട് ചമ്മി നിൽക്കുന്നത് കണ്ട് സച്ചി രേവതിയോട് പറഞ്ഞു, രേവതിയെ, അമ്മയ്ക്ക് നിന്നോട് സ്നേഹമൊക്കെയുണ്ട്. ഞാൻ നിന്നെ ചതിക്കുവാണെന്ന് കരുതി അമ്മ പൊട്ടിത്തെറിച്ചത് കണ്ടില്ലേ. സച്ചി പറഞ്ഞത് കേട്ട് രേവതി ചന്ദ്രമതിയോട് പറഞ്ഞു, അമ്മ അങ്ങനെ പറഞ്ഞത് എനിക്ക് സന്തോഷമായി അമ്മേ. മോഷ്ടിച്ച പൈസ ശ്രുതി ആന്റണിക്ക് കൊടുത്തു. ഇനി നവീൻ ദാസിനെ കൊണ്ട് നിനക്കൊരു ശല്യവും ഉണ്ടാകില്ല, ആന്റണി പറഞ്ഞു. അങ്ങനെ മീരയും ശ്രുതിയും അവിടെ നിന്ന് സന്തോഷത്തോടെ പോവുകയാണ്. ശ്രുതി പോയി കഴിഞ്ഞ് ആന്റണി പറയുന്നുണ്ട്, ഇതിവിടം കൊണ്ടൊന്നും അവസാനിക്കില്ല ശ്രുതി. പെരുങ്കള്ളിയായ നിനക്കുള്ള പണികൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. നവീൻ ദാസ് അല്ല, ഇനി ഞാനാ നിന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ പോകുന്നേ. ഇനി നീയായിരിക്കും എൻ്റെ ATM. എന്നിട്ട് ആന്റണി നവീനോട് ശ്രുതിയെക്കുറിച്ചുള്ള രഹസ്യങ്ങൾ മുഴുവൻ പറഞ്ഞു തന്നതിന് നന്ദിയും പറയുന്നുണ്ട്. അപ്പോൾ നവീൻ തൻ്റെ ഷെയർ ചോദിക്കുകയാണ്. ആന്റണി ഷെയർ കൊടുക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ അടുത്ത എപ്പിസോഡിനായി നമുക്ക് കാത്തിരിക്കാം. അതുവരേക്കും ബൈ.